അപ്പോൾ എങ്ങനെയുണ്ട് എക്സസൈസ് ചെയ്തിട്ട്? നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്തത് ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഇതൊരു ട്രെയിനറിൻ്റെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. റെനീഷ് പറയുന്നതൊക്കെ ഇപ്പം ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എന്നെ പോലെ ഒരാൾ ഈ ജിമ്മിലേക്ക് ആദ്യമായിട്ട് വരികയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും കപ്പാസിറ്റിയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോ എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഓരോ ഏരിയ വഴി കവർ ചെയ്ത് ഓരോ ടൈമായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ റെഡിയാക്കും. ഞാനിപ്പോൾ വന്ന ദിവസം തന്നെ എനിക്ക് ഈ മെഷീനിലൊന്നും കയറാൻ പറ്റില്ല അല്ലേ? ഒരിക്കലുമില്ല. നമുക്ക് അതിന് കയറാനുള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് നമ്മൾ ശരിയാക്കുന്നത്. വൺസ് അത് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്യാം. സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നൊന്നും ഈ മസിലൊക്കെ പെരുപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലേ? ഒരിക്കലുമില്ല. ഇപ്പം നമ്മൾ ഒരു സീഡ് നമ്മൾ ഇടുന്ന ദിവസം തന്നെ അതിൻ്റെ കായ് തിന്നാറില്ല. അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു ടൈം നമ്മൾ കൊടുത്ത് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെതായ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടി. എല്ലാവർക്കും പല പല ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഓരോ വർക്കൗട്ട് പ്ലാൻ ചെയ്യാൻ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് കൺസിസ്റ്റൻസി റാദർ ദാൻ ഗോയിങ് എവറി ഡേ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പലപ്പോഴും ആഴ്ചയിൽ 2-3 ദിവസം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാതെ ഒരു ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ട് പോകുമ്പം അതിനകത്ത് ഡ്രോപ്പ് ഔട്ട്സ് ആർ വെരി ഹൈ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു സെറ്റ് യുവർ ഗോൾസ് ആൻഡ് ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ഇറ്റ് റാദർ ദാൻ ബീയിങ് ഓവർ അംബീഷ്യസ്. നമ്മുടെ ജിമ്മിൽ 10 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഓരോ ഏജ് ഗ്രൂപ്പിനും നമുക്ക് പല പല രീതിയിലുള്ള വർക്കൗട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ട്രെയിനേഴ്സ് കറക്റ്റായിട്ടാണ് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഈ കാണുന്ന എല്ലാ മെഷീൻസും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രം ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഈ ഓരോ എക്സസൈസ് ഗ്രൂപ്പിനും ഓരോ മസിൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം ചെസ്റ്റ് പ്രസിനാണെങ്കിൽ പെക്ട്രാലിസ് മേജർ എന്ന് പറയുന്ന നമ്മുടെ ചെസ്റ്റിലെ മസിൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം പലരും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഒരുപാട് വെയിറ്റ് എടുക്കുമ്പം അവർ ഷോൾഡർ മസിൽസ് ഫയർ ചെയ്യും. അപ്പം ദേ കം ടു us വിത്ത് ഷോൾഡർ പെയിൻ. സോ ദിസ് ക്യാൻ ബി വെരി വെൽ പ്രിവെൻറ്റഡ് ബൈ ഗെറ്റിംഗ് എ ഗുഡ് ട്രെയിനർ ആൻഡ് ഫോക്കസിങ് ഓൺ ദ ടെക്നിക്. അപ്പം റാദർ ദാൻ ഗോയിങ് ഫോർ ഹെവി വെയ്റ്റ്സ്, it's important that you focus on proper technique. ഈ മസിൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരിക്കലും ജിമ്മിൽ വെച്ചല്ല, നമ്മുടെ ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വ്യായാമം, നല്ല ഉറക്കം, നല്ല ഒരു ഡയറ്റ്, പിന്നെ നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സ്. നമ്മളെല്ലാ പ്രായക്കാർക്കിടയിലും ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ റെനീഷ് സംസാരിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം വിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.